ആൺ സുഹൃത്തിനോട് സംസാരിക്കുന്ന കണ്ട കൊച്ച് അമ്മയെ വിലക്കി. അമ്മ ചായപാത്രം കൊച്ചിന്റെ വയറ്റിൽ വെച്ച് പൊള്ളിച്ചു. ബേക്കലിനാണ് ഈ സംഭവം. ബേക്കൽ പോലീസ് ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. കുട്ടിയുടെ വയറ്റില് അമ്മ ചൂട് ചായ ഉണ്ടാക്കിയ പാത്രം വെച്ച് പൊള്ളിച്ചു. കുട്ടിയോടുള്ള വൈരാഗ്യം അമ്മയ്ക്ക്. അമ്മ കുട്ടിക്ക് ചായ ഉണ്ടാക്കുന്നതിനൊപ്പം കുട്ടി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം അമ്മ ചായ കഴിക്കുകയും അതോടൊപ്പം അമ്മയുടെ ഒരു സുഹൃത്തുമായിട്ട് സൊള്ളുന്നത് കൊച്ചു കണ്ടു. അതിന് പിടിച്ചില്ല. അത് വിലക്കി അമ്മ. കാരണം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധം നല്ലതല്ല എന്ന് കൊച്ചിനറിയാം. അത് അമ്മയുടെ അടുത്ത് പറഞ്ഞു. ഇനി അമ്മ സംസാരിച്ചാൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം കൊച്ചിൻ്റെ വയറ്റില് അവര് ചൂട് ചായപാത്രം അടുപ്പത്തിരുന്നതെടുത്ത് വെച്ച് പൊള്ളിച്ചു. അമ്മ കൊച്ചിനെ ഭീഷണിപ്പെടുത്തി, മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. ആ സംഭവത്തിൽ കൊച്ചു വിഷമിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പം അമ്മയെ കാണാതെ പോയി. അമ്മ ആൺ സുഹൃത്തിൻ്റെ ഒപ്പം സ്ഥലം വിട്ടു. മൂത്ത കൊച്ചാണ് വയറ്റിൽ പൊള്ളലേറ്റ സംഭവം ഉടനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അമ്മ വീട്ടിൽ നിന്ന് പോയി. കൊച്ചിന് പേടി പോയി. കുട്ടി സേഫായി. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു തൻ്റെ വയറ്റില് ചായപാത്രം വെച്ച് അമ്മ പൊള്ളിച്ചു എന്ന്. കുട്ടി വയറ് തുണി അവിടുന്ന് മാറ്റി കാണിച്ചു കൊടുത്തു. നന്നായിട്ട് പൊള്ളിയിരിക്കുന്ന കൊച്ചിന്. അതിന് ട്രീറ്റ് ചെയ്തോ ഇല്ലയോ എന്നറിയില്ല. പിതാവ് ഇപ്പൊ അമ്മ മറ്റൊരുത്തിനൂടെ ഒളിച്ചോടി. അത് തന്നെയല്ല, അമ്മയുടെ ഒപ്പം പഠിച്ച ഒരാളുടെ ഒപ്പമാണ് പോയിരിക്കുന്നത്. എന്തായാലും കൊച്ചിനെയും കൊണ്ട് നേരെ പിതാവ് ആ ബേക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ പരാതി കൊടുത്തു. കൊച്ചിന്റെ മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ മാസം 28-ാം തീയതി ഏപ്രിൽ 28-നാണ് വൈകുന്നേരം 5:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. പതിവായി അമ്മ മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നത് സൊള്ളുന്നതും ഒക്കെ കൊച്ചിന് മനസ്സിലായി. എന്തോ പ്രശ്നമാണെന്ന് കുട്ടിക്ക് തോന്നി. അപ്പൊ അമ്മ അതിനെ അയാളെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് കൊച്ചു പറഞ്ഞു. അമ്മ അത് വിലക്കി. അതിന്റെ അറിവ് അത്രയുണ്ട്. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആ വിവരം പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി ഭീകരമായ രീതിയിൽ ആ ചൂട് ചായപാത്രം കൊച്ചിന്റെ വയറ്റിലെടുത്ത് വെച്ചു പൊള്ളിച്ചു. ഇനി പറഞ്ഞാൽ നിന്നെ ശരിയാക്കി കളയും, മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. ഈ സംഭവം അമ്മ പോയി കഴിഞ്ഞ ശേഷം കൊച്ചിന്റെ ധൈര്യം വന്നു. ആ വിവരം പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു. പിതാവിന് അറിയാം അമ്മയുടെ ഈ ബന്ധം. അവരൊന്നിച്ച് പഠിച്ച ആളാണ്. അയാളുടെ ഒപ്പമാണ് അമ്മ പോയിരിക്കുന്നതെന്ന് പിതാവ് കണ്ടെത്തി. പോലീസ് സ്റ്റേഷനിലെ അമ്മയ്ക്കും എതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. കൊച്ചിനെ വയറ് പൊള്ളിച്ചതിന് അതെന്തായാലും അതിന്റെ പൊള്ളലിന്റെ ഡെപ്ത് എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. എങ്കിലും ഒരു ഗ്രീയസ് അർത്താണ്. അത് കുട്ടിയെ പീഡിപ്പിച്ചതാണ്. എല്ലാം കൂടെ ഒരു 10 വർഷത്തേന് അമ്മയ്ക്ക് ജയിലിൽ കിടക്കാം. അമ്മയുടെ കാമുകനും മിക്കവാറും ഈ കേസിൽ അറസ്റ്റ് ചെയ്യും. കാരണം അയാളുടെ പ്രേരണയുണ്ട്. അമ്മയെ ഈ ബന്ധം വെളിയിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിനെ പീഡിപ്പിച്ചു. അമ്മ പോയി കഴിഞ്ഞപ്പോൾ ധൈര്യം സംഭവിച്ചാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. കേരളത്തിലെ അമ്മമാരെ പലയിടത്തും ഇതുപോലുള്ള സംഭവങ്ങൾ നടത്താറുണ്ട്. കുട്ടികളെ പീഡിപ്പിക്കും, കുട്ടികളെ ഉപദ്രവിക്കും, കുട്ടികൾക്ക് നല്ല അടിക്കും. കാരണം അവരുടെ ചില കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സ്വന്തം കുട്ടികൾ ഇത് മനസ്സിലാക്കുക. അവർക്ക് തിരിച്ചറിവ് വരുമ്പം കുറേയൊക്കെ അവർക്ക് മനസ്സിലാവും. അമ്മയുടെ ഈ ഫോൺ വിളിയും ബന്ധവും അത്ര നല്ലതല്ല എന്ന് കൊച്ചിന് തോന്നി തുടങ്ങി. കൊച്ചുകുട്ടിയാണ് എങ്കിലും അത് വിലക്കിയത് അമ്മയ്ക്ക് പിടിച്ചില്ല. പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കൂന്നൂടെ പറഞ്ഞപ്പം പ്രശ്നം ഗുരുതരമായി. കുട്ടിയെ കൊല്ലാഞ്ഞ ഭാഗ്യം. കാരണം കാമുവിൻ്റെ ഒപ്പം പോയി. അയാൾക്കും തീർച്ചയായിട്ടും ഇതിനകത്തൊരു പങ്കുണ്ടാവും. ഈ വിവരം അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം അച്ഛൻ്റെ അടുത്ത് കൊച്ചു പറയുമെന്നൊരു ഭയവും കാണും. എന്നാൽ പോയേക്കാന്ന് വിചാരിച്ച് രണ്ടും കൂടെ പോയതാണ്. അത് അതേ ദിവസം ആ ബന്ധങ്ങളൊന്നും നീക്കില്ല. ഒന്നെങ്കിൽ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കും. നമ്മൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കേരളത്തിൽ ധാരാളം കാണുന്നുണ്ട്. അതെങ്ങും 1-2 വർഷം കഴിയുമ്പോൾ പുതുമ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അവർ വേർപിരിയുന്നതാണ് കാണുന്നത്. അങ്ങനെ വേർപിരിഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഭർത്താവും മക്കളും ഇവരെ ചിലപ്പം ഈ സ്ത്രീയെ സ്വീകരിച്ചില്ലെന്ന് വരും.
പിന്നെ അനാഥയായി, പിന്നെ ഏതെങ്കിലും ആത്മഹത്യ പ്രവണത്തിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റൊരാൾ ചിലപ്പം ഇവരെ കൊല്ലും. ഇവർ പിന്നെ വിട്ടുപോകാതെ വരുമ്പം ശല്യമായി കഴിയുമ്പം ഇവരെ കൊല്ലാനല്ലേ ആ പുതിയ ഭർത്താവിന് കഴിയൂ. അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ കണ്ടല്ലോ, കൈമനത്ത് തിരുവനന്തപുരത്ത് ഉണ്ടായത് കണ്ടില്ലേ, ലിവിങ് ടൂതർ ആയിരുന്നു. അവസാനം ഒരു 1-2 വർഷം കഴിഞ്ഞപ്പം ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ നഗ്ന ദൃശ്യങ്ങളൊക്കെ അയാൾ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ആ ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ തമ്മിൽ രണ്ടുപേർക്കും പൊരുത്തമില്ലാതെ വന്നു, രണ്ടുപേരും പിരിയുന്നതായി. ഇനി ഇവളെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല എന്ന് ആ പുതിയ ലിവിങ് ടൂതർ ഭർത്താവിന് തോന്നി. അവനൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവനാണ്. അവന് ഇവരുടെ പുറത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അമ്മമാർക്കും ഹൗസ് വൈഫിനും ഒക്കെ നമ്മൾ സാധാരണ കാണുന്ന അവരുടെ ഇതുപോലെയുള്ള മരണങ്ങളാണ്. അതുകൊണ്ട് എത്ര വേദന സഹിച്ച് ആയാലും ശരി, കുടുംബം മക്കളെ ഓർത്തെങ്കിലും അവര് കുടുംബത്തിൽ തന്നെ നിൽക്കാൻ പഠിക്കണം, ആ വേദന സഹിക്കണം. ആ രീതിയിൽ അതിന് കുറയ്ക്കാൻ മറ്റു മാർഗങ്ങളൊക്കെ ഉണ്ട് സമൂഹത്തിൽ. മറ്റൊരാളുമായിട്ട് സംസാരിച്ച് പ്രശ്നം തീർക്കാൻ പറ്റും. അവരുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ധാരാളം യൂണിറ്റുകൾ ഇപ്പം ആശുപത്രിയിൽ തന്നെയുണ്ട്. സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്. അത് കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചാടുന്ന വളരെയധികം കേസുകൾ കോട്ടയത്തും പരിസരത്തൊക്കെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. അതിലേക്കൊന്നും ചാടാതെ അവര് തീർച്ചയായിട്ടും ചിന്തിക്കണം, അറിവുള്ളവരുമായിട്ട് സംസാരിക്കണം, ഇന്ററാക്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാവുള്ളൂ. ഇപ്പോഴ് ആ കുട്ടി കണ്ടത് അത് മറച്ചു വെക്കാനും അത് വെളിയിൽ അറിയാതിരിക്കാനും ഭർത്താവിൻ്റെ അടുത്ത് പറയാതിരിക്കാനും ആ കുട്ടി വേദന സഹിക്കുകയാണ്. അതിൻ്റെ വയറ്റിൻ്റെ പുറത്താണ് ചൂട് ചായപാത്രം വെക്കുന്നത്. ഈ എന്ത് രീതിയിലുള്ള പ്രവർത്തനമാണ്? സ്വന്തം കൊച്ചിൻ്റെ അടുത്താണ് അമ്മ ഇത് കാണിച്ചതെന്ന് വിചാരിച്ചോണം. അത് തീർച്ചയായിട്ടും അതുങ്ങൾ മൈനറാണ്, കുട്ടികളാണ്. ആ കുട്ടികളുടെ പുറത്ത് സ്നേഹം കൊണ്ടടിക്കുന്നത് വ്യത്യാസമുണ്ട്. അതേസമയത്ത് വൈരാഗ്യത്തോട് ഇതുപോലുള്ള അടിയടിക്കുന്നത് ഗ്രീവിയസ് ഹർട്ടിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ക്രൂരമായ പൊള്ളലേൽപ്പിക്കുന്നത്, ഈ രീതിയിലുള്ള മനസ്ഥിതി ഉള്ള അമ്മമാര് അതിൽ നിന്ന് പിന്മാറണം. ആരുടെയെങ്കിലും ഉപദേശം സ്വീകരിക്കണം. അതിനൊക്കെ കൗൺസിലിംഗ് സെന്റർ ധാരാളമുണ്ട്. അങ്ങനെ മനസ്സിൽ തോന്നി അതിലേക്ക് പോകുമ്പോൾ അത് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് പിന്മാറാനും സാധിക്കും. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഇനി ഒരു സ്വസ്ഥമായ ജീവിതം ഉണ്ടാവില്ല. ആ കുട്ടിയെ പീഡിപ്പിച്ചതിന് സമാധാനം പറയേണ്ടി വരും. അതിന് കേസെടുത്തു കഴിഞ്ഞു. ആ കേസിന് കോടതി പോകേണ്ടി വരും, അറസ്റ്റ് ഉണ്ടാവും, റിമാൻഡ് ചെയ്യും. പിന്നെ ആ ബന്ധങ്ങളൊക്കെ അത്ര സുഖമില്ലാതെ പോവും. പിന്നെ അത് അവരുടെ നാശത്തിന് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ഇതുപോലെയുള്ള ചിന്തകൾ ഉണ്ടായി എടുത്തു ചാടുന്ന ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും കണ്ട്, അവർക്ക് വിശ്വാസമുള്ള ഒരാളെ കണ്ട് അതിൻ്റെ ഒരു വിദഗ്ധ ഉപദേശം സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.